വസീഫ്, ഇപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം കണ്ടു കാണും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആശുപത്രിയിലെ സാഹചര്യം കാണുകയാണ്. എന്താണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ? അല്ല, പൊതുവെ കേരളവും നമ്മുടെ നാടുമൊക്കെ മനസ്സിലാക്കിയതുപോലെ വലിയ പ്രയാസകരമായ സാഹചര്യം തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ നമ്മുടെ നാടും ഗവൺമെൻറ്റും എല്ലാ സന്നദ്ധ സംഘടനകളും ഏറ്റവും സജീവമായി ഒരു ഒത്തിണക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നാടിനെ ആകെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾ DYFIയും സ്വാഭാവികമായി രാവിലെ പുലർച്ചെ മുതൽ ഞങ്ങളുടെ പ്രവർത്തകർ അതിന് പരിസരത്തുള്ളവരുണ്ട്. പിന്നെ തുടർച്ചയായി അതിൻ്റെ ആവശ്യമായ എല്ലാ ഘട്ടത്തിലും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളുമായി ഞങ്ങളുമുണ്ട് ഇവിടെ. പിന്നെ ഗവൺമെൻറ്റിന് ഒരു നല്ല ഇടപെടലും ഇപ്പോൾ മന്ത്രിമാരും ഒക്കെ കണ്ടു. നല്ല രീതിയിലുള്ള ഇടപെടലാണ്. ജനങ്ങളാകെ ഈ പ്രദേശത്തെ ജനങ്ങളാണെങ്കിൽ നല്ല സഹകരണമാണ്. എല്ലാവരും അവരവരുടെ വീടുകളിൽ സംഭവിച്ച ഒരു അപകടത്തെ പോലെ കണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരമാവധി ആളുകൾക്ക് സഹായകമാകുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട്. ഒരു നല്ല പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ നാടിനെ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാം, അങ്ങനെ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും കുറേ പേരെയൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അതിൻ്റെ തെരച്ചിലുകൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ പ്രതീക്ഷയോടുകൂടി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സനോജ്, ഇപ്പം ഈ രക്ഷാപ്രവർത്തനം മാത്രമല്ലല്ലോ, ഇനി ക്യാമ്പിലുള്ളവരുണ്ട്. അവരിപ്പോൾ ഈ ക്യാമ്പിലുള്ളപ്പോൾ അവർക്ക് കിട്ടുന്ന സഹായം ശരി തന്നെ, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ ഇടപെടൽ എത്രത്തോളമായി? ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആളുകൾ ഒറ്റ മനസ്സോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ രാവിലെ മുതൽ തന്നെ വളരെ സജീവമായി രംഗത്തുണ്ട്. അത് എത്ര ദിവസം വേണ്ടിവരും എന്ന് പറയാൻ കഴിയില്ല. അതിപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് കുറേ കൂടി ആളുകൾ ഇങ്ങോട്ട് കേന്ദ്രീകരിപ്പിച്ചാണെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട വസ്ത്രം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലും ഞങ്ങളും കൂടി ഈ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ പ്രവർത്തനത്തിലും പങ്കാളികളാവുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടമൊക്കെ പറയുന്ന പുറത്തുനിന്ന് ആളുകൾ വരണ്ട. സത്യം ഞങ്ങളിങ്ങനെ തുടർച്ചയായി DYFIയുടെ ഓരോ പ്രവർത്തകരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാം മനസ്സ് ഇവിടെയാണ്, ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുക. എന്താണ് ചെയ്യേണ്ടത്, എന്തിനും തയ്യാറായി ഒരു വിളിപ്പാടകലെ ഇത്രയധികം ചെറുപ്പക്കാർ സന്നദ്ധരായി നിൽക്കുകയാണ്. ഇപ്പോൾ DYFI മാത്രമല്ല, ഞാൻ പറയുന്നത് എല്ലാ സംഘടനകളും എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പിന്നെ വേറെ ഒരു മറ്റു കാര്യങ്ങൾ വ്യത്യാസമില്ല. എല്ലാവരും ഒരുമിച്ച് ഒറ്റ മനസ്സോടുകൂടി ഇറങ്ങുകയാണ്. DYFIയുടേതാണല്ലോ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എല്ലാ സംഘടനകളും അവരുടേതായ രീതിയിൽ എന്തിനും തയ്യാറായി ഒരു ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിന് സംഭവിച്ച ഈ വയനാട്ടിൽ സംഭവിച്ച ഈ അപകടത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. നമുക്ക് ഇത് അതിജീവിക്കാൻ സാധിക്കും ഈ പ്രതിസന്ധിയെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.